അന്വേഷണം നേരിടുന്ന പല ഏജൻസികൾ അവരുടെ അന്വേഷണം നേരിടുന്ന 41 കമ്പനികൾ ബി.ജെ.പിക്ക് 2471 കോടി രൂപ നൽകിയതായി സുപ്രീം കോടതിയിലെ ഹർജിക്കാർ. CBI, ED, IT പരിശോധനകൾക്ക് ശേഷമാണ് ഇതിൽ 1698 കോടിയും ബോണ്ടായി നൽകിയതെന്ന് ഹർജിക്കാർ പറയുന്നു. 30 ഷെൽ കമ്പനികൾ 143 കോടി രൂപ നൽകിയെന്നും ഹർജിക്കാർ പറയുന്നുണ്ട്. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, സുപ്രീം കോടതി ഇത് റദ്ദാക്കുന്നതുവരെ ഇതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് ഒരു പക്ഷേ വാദമുയരുന്നത്. അപ്പോൾ ഈ ഹർജിക്കാർ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ഒരു SIT അന്വേഷണമാണോ? ഇത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പുറത്തുവിട്ട കണക്കുകൾ പരിശോധിച്ച് ഹർജിക്കാർ പുറത്തുവിടുന്ന വിവരങ്ങൾ മാത്രമാണ്. അവര് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടൊന്നുമില്ല. അവർ നൽകുന്ന വിവരങ്ങൾ പ്രകാരമാണ് ഈ രീതിയിലുള്ള കണക്കുകൾ പുറത്തുവരുന്നത്. അതായത് ഏകദേശം 2471 കോടി രൂപയാണ് 41 കമ്പനികൾ, അതായത് CBIയുടെയോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയോ ഇൻകം ടാക്സിന്റെയോ അന്വേഷണം നേരിടുന്ന കമ്പനികൾ ബി.ജെ.പിക്ക് നൽകിയത്. ഇതിൽ 1698 കോടി രൂപ നൽകിയിരിക്കുന്നത് അന്വേഷണങ്ങൾ അല്ലെങ്കിൽ റെയ്ഡുകൾ നടന്നതിന് ശേഷമാണ്. അപ്പോൾ ഇതില് ഈ ഒരു ക്വിഡ് പ്രോ ക്വോ ഉണ്ട്, അല്ലെങ്കിൽ എന്തോ ചെയ്ത ഉപകാരസ്മരണയാണ് ഈ പണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ കേസുകൾ ഒതുക്കുന്നതിന് വേണ്ടി ബി.ജെ.പിക്ക് പണം നൽകി എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ ഹർജിക്കാർ മുന്നോട്ട് വെക്കുന്നത്. 30 ഷെൽ കമ്പനികളാണ് 143 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിച്ചത്. 3.7 ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾ അല്ലെങ്കിൽ കരാറുകൾ ലഭിച്ച 33 ഗ്രൂപ്പുകൾ, അത് 172 കരാറുകളാണ്. അത് അങ്ങനെ ലഭിച്ച 33 കമ്പനികൾ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രൂപ്പുകൾ ഇവർ നൽകിയിരിക്കുന്നത് 1751 കോടി രൂപയാണെന്നാണ് ഈ ഹർജിക്കാർ ഇപ്പോൾ ഈ കണക്കുകളൊക്കെ പരിശോധിച്ച് പറയുന്നത്. 121 കോടി രൂപ നൽകിയിരിക്കുന്നത് റെയ്ഡുകൾ നടന്ന് 3 മാസത്തിനുള്ളിലാണ് 121 കോടി രൂപ നൽകിയിരിക്കുന്നത്. ഇതിൽ പലതും ഈ 49 കേസുകൾ, അതായത് ഈ കരാർ ലഭിച്ചിരിക്കുന്ന കമ്പനികളിൽ 49 പേർക്ക് ഏകദേശം 62,000 കോടി രൂപ ഈ കരാറുകൾ നൽകിയിരിക്കുന്നത് ബോണ്ടുകൾ നൽകിയ ശേഷമാണ്, അല്ലെങ്കിൽ ഈ ബോണ്ടുകൾ ബി.ജെ.പിക്ക് അനുകൂലമായി എടുത്ത ശേഷമാണ്. അപ്പൊ ഇതെല്ലാം അവർ പറയുന്നത് ഇത് കോഴയാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. വലിയ തോതിലുള്ള ഒരു കോഴയാണ് ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള രൂപയാണ് ബി.ജെ.പി ലഭിച്ചത് എന്നാണ് ഇപ്പോൾ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ശരി, ബസന്താണ് വിവരങ്ങൾ നൽകിയത്.